സംസ്ഥാന സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും ജനങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ അറിയാനുമുള്ള നവകേരള പഠന പരിപാടിക്ക് ഇന്ന് തുടക്കം. സർക്കാർ നിയോഗിച്ച വോളണ്ടിയർമാർ വീടുകളിലെത്തി നേട്ടങ്ങൾ വിവരിക്കും. ഒപ്പം കേരളത്തിന്റെ ഭാവി വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ എന്തെല്ലാം, നിലവിലെ പദ്ധതികളിൽ വേണ്ട മാറ്റം, പുതിയ എന്തെല്ലാം ക്ഷേമ പദ്ധതികൾ വേണം, നിലവിലെ ക്ഷേമ പദ്ധതികളിൽ മാറ്റം വേണോ എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും വോളണ്ടിയർമാർ തേടും. അതേസമയം സർവേ അല്ല, വികസനക്ഷേമ പഠന പരിപാടിയാണ് നടത്തുന്നതെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ജനമനസ്സറിയാനായി സംസ്ഥാന സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും ജനങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ അറിയാനുമുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ സർക്കാർ തുടക്കമിടുന്നത്. നവകേരള പഠന പരിപാടിയാണ് സർക്കാർ തുടങ്ങി വയ്ക്കുന്നത്. ഇന്നാണ് ഒരു നവകേരള പഠന പരിപാടിക്ക് തുടക്കമിടുന്നത്. പുതുവർഷ ദിനത്തിൽ തന്നെ ഈ ഒരു പരിപാടിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് സർക്കാർ. സംസ്ഥാന സർക്കാരിൻ്റെ വികസനങ്ങൾ എന്തൊക്കെയാണെന്നും ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. സർക്കാർ നിയോഗിച്ച വോളണ്ടിയർമാർ വീടുകളിലെത്തിയാണ് നേട്ടങ്ങൾ, ഓരോ സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളൊക്കെ വിവരിക്കുക. ഒപ്പം കേരളത്തിൻ്റെ ഭാവി വികസനത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ എന്തൊക്കെ വേണമെന്നുള്ളതും നിലവിലെ പദ്ധതികളിൽ വേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അതുമാത്രമല്ല പുതിയ എന്തെല്ലാം ക്ഷേമ പദ്ധതികൾ ഇനിയും വരണമെന്നുള്ളതും നിലവിലെ ക്ഷേമ പദ്ധതികളിലെ മാറ്റം വേണോ എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും വോളണ്ടിയർമാർ തേടും. ജനങ്ങളുടെ മനസ്സറിയുക എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രധാനമായ ലക്ഷ്യം. അതേസമയം സർവേ അല്ല, ഇതൊരു വികസനക്ഷേമ പഠന പരിപാടിയാണ് നടത്തുന്നതെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്.